സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി എത്തുന്ന ഭാര്യമാർ. മുൻ ഭാര്യമാരായിട്ടുള്ള അമൃത സുരേഷും എലിസബത്ത് ഉദയനും സമാന രീതിയിലാണ് നടനെതിരെ പ്രതികരിച്ച് എത്തുന്നത്. വിവാഹം കഴിഞ്ഞതു മുതൽ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡോക്ടർ കൂടിയായിട്ടുള്ള എലിസബത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. പൊതുവെ ബാലയുടെ ഭാര്യമാരിൽ വളരെ നിഷ്കളങ്കമായി അറിയപ്പെടുന്ന ഒരാളായിരുന്നു എലിസബത്ത്. എലിസബത്തിന് ഈ വെളിപ്പെടുത്തൽ മലയാളികളെ തന്നെ ഞെട്ടിച്ചെന്ന് പറയാം. വീണ്ടും പുതിയ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇതിനിടെ ബാലയും മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ചില സത്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെയാണ് ബാല പുതിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാല പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും തലയോർത്ത് തന്നെ നിൽക്കും. കാരണം ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം തന്നെയാണ്. നവംബർ മാസം മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പ്ലാൻ ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് പറയാൻ കാരണം ഇത് ഒരാളല്ല ചെയ്യുന്നത്, 4-5 പേർ ചേർന്നാണ്. അതിൻ്റെ തലവൻ ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും. അതിൽ ആദ്യം ചെയ്തത് നിയമപരമായി എൻ്റെ വാലടപ്പിച്ചതാണ്. എന്നിട്ട് അവർക്ക് എന്തു പറയാമെന്നായി. ഇത്രയും പറഞ്ഞ ശേഷം മുൻ ഭാര്യയായ എലിസബത്ത് യൂട്യൂബർ ചെകുത്താനുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ബാല ചേർത്തിരിക്കുന്നത്. ശേഷം കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിൽ സ്വന്തം സ്വത്തിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് 250 കോടിയോളം സ്വത്ത് ഉണ്ടെന്നും ഇനിയും എത്രത്തോളം ഉണ്ടാവുമെന്നത് അതിൽ പറഞ്ഞതാണ്. ആ വാർത്ത പുറത്തു വന്നത് മുതൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. അത് സത്യമാണെന്ന് ബാല പറയുന്നു. തൻ്റെ സ്വത്തിനു വേണ്ടി ചില ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ബാല പറയുന്നത്. എന്നാൽ ഇതിന് മറുപടിയായി വീണ്ടും എലിസബത്ത് വന്നിരിക്കുകയാണ്. സ്വത്ത് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ആദ്യമേ താൻ അദ്ദേഹവുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യുമായിരുന്നില്ലേ എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത്.